A discount dealer professes to sell his good at cost price but uses a weight of 900 gram for 1 kilogram. Find his gain percentage. ഇപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്, ഒരു ഡിസ്കൗണ്ട് കൊടുക്കുന്ന ഒരു ഡീലർ ഒരു സാധനം കോസ്റ്റ് പ്രൈസിന് വിൽക്കുന്നു. അതായത് അയാൾ എത്ര രൂപയ്ക്കാണോ അത് വാങ്ങിയത് അതേ വിലയ്ക്ക് വിൽക്കുന്നു. പക്ഷേ അയാൾ ചെയ്യുന്നൊരു കാര്യമാണ്, അതിൻ്റെ ടോട്ടൽ വെയ്റ്റ് 1 കിലോഗ്രാമിന് പകരം 900 ഗ്രാമാണ് വിൽക്കുന്നത്. അപ്പോൾ വെയ്റ്റ് എന്ത് ചെയ്തു? 1 കിലോഗ്രാമിന് പകരം 900 ഗ്രാമാണ് കൊടുക്കുന്നത്. എങ്കിൽ ഗെയിൻ പെർസെൻറ്റേജാണ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ എന്താണ് പറഞ്ഞത്? എ ഡിസ്കൗണ്ട് ഡീലർ പ്രൊഫസസ് ടു സെൽ ഹീസ് ഗുഡ് അറ്റ് കോസ്റ്റ് പ്രൈസ്. ഒരു ഡിസ്കൗണ്ട് ഡീലർ തൻ്റെ ഉൽപ്പന്നം വാങ്ങിയ വിലയ്ക്ക് തന്നെ, അതായത് കോസ്റ്റ് പ്രൈസിന് തന്നെ വിൽക്കുന്നു. ബട്ട് യൂസസ് എ വെയ്റ്റ് ഓഫ് 900 ഗ്രാം ഫോർ 1 കിലോഗ്രാം. പക്ഷേ അയാൾ ഉപയോഗിക്കുന്ന വെയ്റ്റ് എന്ന് പറയുന്നത് 1 കിലോഗ്രാമിന് പകരം 900 ഗ്രാമാണ്. അതായത് 100 ഗ്രാം കുറയ്ക്കുന്നു. ദെൻ ഫൈൻഡ് ഹീസ് ഗെയിൻ പെർസെൻറ്റേജ്. എങ്കിൽ എന്താണ് കണ്ടുപിടിക്കാനുള്ളത്? അയാളുടെ ഗെയിൻ എത്രയാണ്, അയാൾക്ക് ലാഭമായി കിട്ടിയ പെർസെൻറ്റേജ് എന്നാണ് കണ്ടുപിടിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇത് കണ്ടുപിടിക്കാൻ ഇതിനുള്ള ഫോർമുലയുണ്ട്. അല്ല, മനസ്സിലാക്കി നമുക്ക് ചെയ്യാം. പക്ഷേ ഇതിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് ഗെയിൻ പെർസെൻറ്റേജ് ഈക്വൽ ടു എറർ ഡിവൈഡഡ് ബൈ ട്രൂ വാല്യൂ മൈനസ് എറർ ഇൻറ്റു 100%. റൈറ്റ്? അപ്പോൾ ക്വസ്റ്റ്യൻ അത് ഫോർമുല ഇതാണ്. ഇപ്പോൾ ഫോർമുല ഇതാണ്. ഗെയിൻ പെർസെൻറ്റേജ് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് എറർ ഡിവൈഡഡ് ബൈ ട്രൂ വാല്യൂ മൈനസ് എറർ ഇൻറ്റു 100. അപ്പോൾ ഇതിൽ ഈ ഫോർമുല നോക്കാം. എറർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഈ ക്വസ്റ്റ്യനിൽ എറർ എന്ന് പറയുന്നത് അയാൾ അതിൽ എത്രയാണോ റെഡ്യൂസ് ചെയ്ത വെയ്റ്റ്, അതായത് 1 കിലോഗ്രാമിൽ അയാൾ 900 ഗ്രാമാണ് കൊടുക്കുന്നത്. അതായത് 100 ഗ്രാം അയാൾ റെഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ എറർ എന്ന് പറയുന്നത് 100 ആണ്. അപ്പം 100 ഡിവൈഡഡ് ബൈ ട്രൂ വാല്യൂ എന്ന് പറയുന്നത് കറക്റ്റായിട്ട് തരത്തിൽ അയാൾ കൊടുക്കാനുള്ള വെയ്റ്റ് ആയിരുന്നു, അതായത് 1 കിലോഗ്രാം. അപ്പോൾ 1 കിലോഗ്രാമിന് നമുക്ക് എന്തെഴുതാം? നമ്മൾ എറർ എന്താണ് എഴുതിയത്? 100 ഗ്രാം എന്നാണ് എഴുതിയത്. അപ്പോൾ ട്രൂ വാല്യൂ എന്ന് പറയുന്നത് ഗ്രാമിലാക്കി എഴുതണം. അതായത് 1 കിലോഗ്രാം എന്ന് പറയുന്നത് 1000 ഗ്രാമാണ്. അപ്പോൾ നമുക്ക് 1000 ഗ്രാം, അപ്പോൾ 1000 എന്നെഴുതാം. അപ്പം എന്തായി? 100 ഡിവൈഡ് ബൈ 1000 മൈനസ് എറർ നമുക്കറിയാം 100 ഗ്രാമാണ് അയാൾ വെയിറ്റ് കുറച്ചത്. അപ്പോൾ 100 റൈറ്റ് ഇൻറ്റു ഫോർമുല എന്താണ്? 100. അതായത് 100 എന്തിനാണ് ഉപയോഗിക്കുന്നത്? പെർസെൻറ്റേജ്. നമ്മൾ പെർസെൻറ്റേജ് ആണ് നമുക്കറിയാം 100 മൾട്ടിപ്ലൈ ചെയ്യുന്നത്. റൈറ്റ്? അപ്പം എന്തായി? 100 ഡിവൈഡഡ് ബൈ 1000 മൈനസ് 100 ഇൻറ്റു 100. പിന്നെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 100 ഡിവൈഡ് ബൈ 900 ഇൻറ്റു 100. അതായത് 1000 നിന്ന് 100 കുറയ്ക്കുമ്പോൾ എത്ര കിട്ടും? 900. അപ്പോൾ അതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് 11 1/9%. 11/9%. റൈറ്റ്? അപ്പോൾ നമുക്ക് ഇങ്ങനെ പഠിക്കാം. അല്ലെങ്കിൽ ഈ ഫോർമുല കാണാതെ പഠിക്കുന്നവർക്ക് അങ്ങനെ പഠിക്കാം, അല്ലാത്തവർക്ക് ഇങ്ങനെ പഠിക്കാം. എത്രയാണോ അയാൾ റെഡ്യൂസ് ചെയ്തത്, അല്ലെങ്കിൽ അയാളുടെ ലാഭം എന്ന് പറയുന്നത് ആ റെഡ്യൂസ് ചെയ്തതാണ്. കാരണം അയാൾ വിൽക്കുന്നത് എന്താണ്? കോസ്റ്റ് പ്രൈസിലാണ് വിൽക്കുന്നത്. അപ്പം ഒരു സാധനം കോസ്റ്റ് പ്രൈസിൽ അയാൾ വാങ്ങിയ വിലയ്ക്ക് തന്നെ വിറ്റാൽ ലാഭം കിട്ടില്ല, നമുക്കറിയാം. അപ്പോൾ അയാൾക്ക് ലാഭം എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ്? ഈ എത്ര ഗ്രാമാണോ അയാൾ കുറയ്ക്കുന്നത് അതിൻ്റെ വിലയാണ് ലാഭം. റൈറ്റ്? അപ്പോൾ നമുക്ക് ഇയാൾക്ക് ഇവിടെ എത്രയാണ് ലാഭം? 100 ഗ്രാം ആണ് ലാഭം. അപ്പോൾ 100 ഗ്രാം, അതായത് 100 ഡിവൈഡഡ് ബൈ എത്രയാണോ വിൽക്കുന്നത് അത് താഴെ എഴുതുക, അതായത് ഛേദത്തിൽ എഴുതുക. അതായത് 900 ഇൻറ്റു പെർസെൻറ്റേജാണ് 100. അപ്പോൾ ഇങ്ങനെ പഠിക്കുക. അയാൾ എത്രയാണോ റെഡ്യൂസ് ചെയ്തത് അത് മുകളിൽ, എത്രയാണോ വിൽക്കുന്നത് അത് താഴെ ഛേദത്തിൽ ഇൻറ്റു 100. ഓക്കെ? അപ്പോൾ അയാൾ കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ അയാൾക്ക് എത്രയാണോ പ്രോഫിറ്റ്, അതായത് 100 ഗ്രാമാണ് പ്രോഫിറ്റ് ആയാൽ 100 മുകളിൽ എഴുതുന്നു, ഡിവൈഡ് ബൈ ഛേദത്തിൽ എന്തെഴുതുന്നു? അയാൾ എത്രയാണോ വിൽക്കുന്നത് ഇൻറ്റു 100. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ
നമ്മൾ ചെയ്യാനുള്ള ഒന്നുകിൽ ഫോർമുല പഠിക്കണോ ഫോർമുല അങ്ങനെ പഠിക്കാം, അല്ലാത്തവർക്ക് ഇങ്ങനെ ചെയ്യാവുന്നതാണ്. അതായത് എത്രയാണോ ലാഭം അത് മുകളിലെഴുതുക, ഡിവൈഡ് ബൈ എത്രയാണോ വിൽക്കുന്നത് അത് താഴെ എഴുതുക, ഇൻറ്റു 100. റൈറ്റ്.